ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. 2 കിലോ ചിക്കൻ വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാനിൽ 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ബ്രൗൺ കളർ ആവുന്നവരെയൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ വറുത്തെടുത്താൽ മതി. വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് തേങ്ങയുടെ കൂടെ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി കറിയിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിൽ എണ്ണ ചൂടാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച് ഇഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 4 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ ഉപയോഗിക്കുന്ന മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ 2 ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, അതിൻ്റെ കൂടെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പൊടികളെല്ലാം നല്ലതുപോലെ ചൂടായി കിട്ടണം. അതിനുശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ പൊടികളൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചിക്കനിലെ വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരും. വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കിനും ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.